വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ബിജെപിക്കും വോട്ട് ചെയ്തു. കെപിസിസി ജനറൽ സെക്രട്ടറി പൗലോസിന്റെ നേതൃത്വത്തിലാണ് അട്ടിമറി നടന്നത്. വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട്. ജോഷില, കൂടുതൽ വിവരങ്ങൾ. അവന്തിക, മറ്റത്തൂരിന്റെ മറ്റൊരു മുഖമാണ് നമുക്ക് പുൽപ്പള്ളിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥികളും BJP സ്ഥാനാർത്ഥികളും ഒരുമിച്ച് വോട്ട് ചെയ്യുകയും അങ്ങനെ LDFനെ തോൽപ്പിക്കാനുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലടക്കം LDFനെ തോൽപ്പിക്കാനുള്ള ഒരു കോലീബി സഖ്യം തന്നെ ഉണ്ടാക്കിയതായിട്ടാണ് വിവരങ്ങൾ. എന്തായാലും നമ്മുടെ കൂടെ ജില്ലാ സെക്രട്ടറി K. റഫീഖ് ഉണ്ട്. റഫീഖിനോട് ഈ ഒരു മാറ്റത്തെക്കുറിച്ച്, പുൽപ്പള്ളിയിൽ LDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്, എന്നാൽ പോലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ലീഗും ഒരുമിച്ച് നിന്ന വിഷയത്തെക്കുറിച്ച് ചോദിക്കാം. റഫീഖ്, പുൽപ്പള്ളിയിൽ നമ്മൾ മറ്റത്തൂരിലും ഒക്കെ കണ്ട ഒരു വിഷയം ആവർത്തിച്ചിരിക്കുന്നു. ലീഗായാലും കോൺഗ്രസ് ആയാലും UDF സഖ്യം ഒരുമിച്ച് BJPയെയും BJP ലീഗിനെയും സഹായിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് വളരെ ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പം മറ്റത്തൂരിൽ നമ്മൾ കണ്ടതുപോലെ യാതൊരു മടിയുമില്ലാതെ BJPയും കോൺഗ്രസും തമ്മിൽ കൈകോർക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ പുൽപ്പള്ളിയിലും ഇപ്പോൾ കണ്ടിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പുൽപ്പള്ളി പഞ്ചായത്തിൽ 9 വാർഡുകളിൽ LDFും 8 വാർഡുകളിൽ UDFും 4 വാർഡുകളിൽ BJPയുമാണ് വിജയിച്ചത്. ഒറ്റകക്ഷി എന്ന നിലയിൽ LDF പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളെല്ലാം വിജയിക്കുകയും ഭരണം നേടുകയും ചെയ്തു. എന്നാൽ ഇന്നിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ യാതൊരു മടിയുമില്ലാതെ BJPയും കോൺഗ്രസും ഒന്നിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ 12 വോട്ട്, കോൺഗ്രസിൻ്റെ UDFിൻ്റെ 8 വോട്ടുകളും BJPയുടെ 4 വോട്ടുകളും അടക്കം 12 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരുണ്ടാക്കിയ ധാരണ, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം BJPക്ക് നൽകുക, ബാക്കി ചെയർപേഴ്സൺ UDFിൻ്റെ ഭാഗമായുള്ള ആളുകൾ വിജയിക്കുക. ഇങ്ങനെയൊരു ധാരണയിലെത്തി വളരെ അപകടകരമായൊരു രാഷ്ട്രീയമാണ്. അധികാരത്തിന് വേണ്ടി BJPയുമായി ചേരാൻ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. കോൺഗ്രസ് തന്നെ BJPയായി മാറിയതാണ് മറ്റത്തൂരിൽ കണ്ടതെങ്കിൽ, ഇവിടെ അധികാരത്തിന് വേണ്ടി BJPയുമായി കൈകോർത്ത് ഒരുമിച്ച് മത്സരിക്കുന്ന രൂപത്തിലേക്ക് വരുന്നു. ഇടതുപക്ഷത്തെ CPIMനെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നത് ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ടെസ്റ്റ് റിഹേഴ്സൽ പോലെയാണ് ഈ കാര്യങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഇവിടെ വയനാട് ജില്ലയിലെ ഒരുപാട് പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് ദൃശ്യമായതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇപ്പോൾ തിരുനെല്ലി പഞ്ചായത്ത് എടുത്താൽ, തിരുനെല്ലി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ BJP ഒരു വോട്ടിനാണ് വിജയിക്കുന്നത്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് 260 വോട്ടാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇത്തവണ കോൺഗ്രസിൻ്റെ വോട്ട് 60ആയി ചുരുങ്ങി. 200 വോട്ട് അവർ മറിച്ച് BJPക്ക് നൽകി. എന്നാൽ 2-ാം വാർഡിൽ നേരെ തിരിച്ച് BJPയുടെ വോട്ട് കോൺഗ്രസിന് നൽകി. എന്നിട്ടും LDF അവിടെ വിജയിച്ചു 2-ാം വാർഡിൽ. പക്ഷേ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 176 വോട്ടിൽ കേവലം 46 വോട്ട് മാത്രമാണ് ഇത്തവണ 2-ാം വാർഡിൽ അവർക്ക് ലഭിക്കുന്നത്. അതിനിടയിൽ ഒരു ചോദ്യം. KPCC നേതൃയോഗം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ന് BJPയും കോൺഗ്രസും എല്ലാം ഒന്നായിരിക്കുന്നു. കനകോലു സിദ്ധാന്തം ആണോ? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ കേരളത്തിലാകെ പലയിടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ പങ്കെടുത്ത് ഇന്നലെ ഇവിടെ നടന്ന യോഗത്തിന് ശേഷം പിറ്റേ ദിവസം സംഭവിച്ചിരിക്കുന്നത് അവർ പ്ലാൻ ചെയ്ത പ്രവർത്തനം തന്നെയായിരിക്കുമല്ലോ. പുൽപ്പള്ളിയിൽ ആ നിലയിൽ കൈകോർക്കുന്നത് കാണുന്നു. ഇവർ നടപ്പിലാക്കുന്നതിൻ്റെ ടെസ്റ്റ് ഡോസാണ് കനകോലു സിദ്ധാന്തം. ഇത് തന്നെയാണ്. വേറെ ഒരുപാട് ഊതി വീർപ്പിച്ച് കനകോലു വലിയ തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണെന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല. പ്രധാനമായിട്ടുള്ളത് BJPയും കോൺഗ്രസ് തമ്മിൽ ധാരണയുണ്ടാക്കുക, പരസ്പര സഹകരണത്തോടെ വിജയിക്കുക. ഇതാണ് അവർ സിദ്ധാന്തം, ഇതാണ് അവർ നടപ്പിലാക്കുന്നത്. മറ്റത്തൂരിൽ നമ്മളത് കണ്ടു, പല പഞ്ചായത്തുകളും നമ്മളത് കണ്ടു. ഏറ്റവും കൂടുതൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പോലും നമ്മളത് കാണുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള രൂപത്തിലേക്കുള്ള മാർഗം ഇവർക്കിപ്പോൾ കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥി പോലും, അതായത് ലീഗിന്റെ വാർഡ് മെമ്പറായി ജയിച്ച 5-ാം വാർഡ് മെമ്പറായി പുൽപ്പള്ളിയിൽ ജയിച്ച ലീഗിന്റെ വാർഡ് മെമ്പർ പോലും വോട്ട് ചെയ്തത് കാണും. അതെ, ലീഗ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ചെയ്യുന്നത് തരാതരം പോലെ എല്ലാ വർഗീയതയെയും ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ഉപയോഗിക്കുന്നു, മറുഭാഗത്ത് BJPക്ക് വോട്ട് ചെയ്യാൻ യാതൊരു മടിയുമില്ലാതാവുന്നു. ലീഗിന്റെ രാഷ്ട്രീയ നിലപാട് തന്നെ അങ്ങനെയാണ്, നമുക്കറിയാമല്ലോ. പ്രധാനപ്പെട്ട മുസ്ലിം മത വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നിയമങ്ങൾ പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുമ്പോൾ അവിടെ ലീഗിനെ കണ്ടിട്ടില്ല. ലീഗ് മുസ്ലിങ്ങളുടെ പേരിൽ അധികാരം പിടിക്കുക എന്നതല്ലാതെ
യഥാർത്ഥത്തിൽ അവർക്ക് പ്രഖ്യാപിതമായി BJP വിരുദ്ധതയോ അത്തരത്തിലുള്ള രാഷ്ട്രീയമോ അവർക്കില്ല. അധികാരത്തിന് വേണ്ടി BJPയുമായി ചേരാൻ യാതൊരു മടിയുമില്ല എന്ന് അവർ പലയിടത്തും തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ കോലീബി സഖ്യം ഉൾപ്പെടെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മളത് കാണുന്നു. ലീഗിൻ്റെ വാർഡ് മെമ്പർ ഉൾപ്പെടെ BJPയുമായി ചേർന്ന് CPMനെ പരാജയപ്പെടുത്തുക എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അവന്തിക, ഇതാണ് പുൽപ്പള്ളിയിൽ, അതായത് ഇന്നലെ കോൺഗ്രസിന്റെ നേതൃയോഗം, KPCC നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത. അതായത് കോൺഗ്രസും ലീഗും BJPയും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് LDFനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങുന്നു എന്നുള്ളത് ആണ്. ഈ ഒരു നേതൃയോഗത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ഫലം എന്ന് പറയുന്നത് ഇതാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അവന്തിക.